ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരാൻ പോവുകയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയാണ്. വളരെ നല്ല ജോബ് പ്രൊഫൈലുള്ള ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് നമുക്ക് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെട്ട സിലബസിനെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഡിഗ്രി ലെവൽ തസ്തികയ്ക്ക് നമുക്ക് ഉള്ള വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്തമാറ്റിക്സ് ആൻഡ് ഡയറി സയൻസ്. ഇത്രയും ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഗ്രി ലെവൽ തസ്തികയിലേക്ക് കയറാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 17 മുതൽ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ഒരു ലോങ് ടേം ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ഏരിയകളാണ്, ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ എൻറ്റയർ ഫാക്കൽറ്റിയെ നമ്മളിവിടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഓരോ ഏരിയയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ആരതി ടീച്ചറിനെയാണ്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം ഹാൻഡിൽ ചെയ്യുന്നത് ആരതി ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ആരതി. നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ കെമിസ്ട്രിയുടെ സിലബസ് ആണ് ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ യൂണിറ്റ് വന്നിട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. ഇതിൽ നിങ്ങൾക്ക് 1 മാർക്കാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 1 മാർക്കാണ്. ആൻഡ് ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ മോഡൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിലോട്ടാണ്. അതിൽ നമ്മൾ ബോണ്ടിങ്ങിൻ്റെ കാര്യവും പിന്നെ ബോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തിയറീസും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തെർമോഡൈനാമിക്സിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇക്വിലിബ്രിയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയും ചില ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് അതിനകത്ത് വരുന്നത്. ഇതിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വിലിബ്രിയത്തിലോട്ടൊക്കെ വരുമ്പോൾ കണ്ടോ, മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് 2 മാർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഇതിൽ നെക്സ്റ്റ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് പോകുമ്പോഴും 2 മാർക്ക്, സൊല്യൂഷൻസിനകത്തോട്ടും 2 മാർക്കാണ് വരുന്നത്. ഇതിൽ നമ്മൾ സോല്യൂബിലിറ്റി, സൊല്യൂഷൻ്റെ കുറച്ച് ടൈപ്പുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ കൈനറ്റിക്സിൽ വരുമ്പോഴും മാർക്ക് 2 തന്നെയാണ്. ആൻഡ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസിൽ വരുമ്പോൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി ഇതായി മാറുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 3 മാർക്കോളം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ആൻഡ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് ഇതൊക്കെ വരുമ്പോഴത്തേനും ഒരു 2 മാർക്കാണ്. ഇത് അത്യാവശ്യം കുറച്ച് ടോപ്പിക്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിന് 2 മാർക്ക് വരുന്നുണ്ട്. ആൻഡ് ബയോമോളിക്യൂൾസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലും മാർക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. 4 മാർക്കോളം എന്തിന് വരുന്നുണ്ട്? ഈ ഒരു ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് 4 മാർക്കോളം വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് അത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അങ്ങനെ ആ ഒരു ടോപ്പിക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എങ്കിലും അത്യാവശ്യം നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിനകത്ത് വരുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ കെമിസ്ട്രിയിലെ മൊത്തത്തിലുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോഴ്സിന് നമ്മൾ മൊത്തം കെമിസ്ട്രിയിൽ നോക്കേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതിൽ മെജോറിറ്റിയും 1 മാർക്ക് 2 മാർക്ക് അത്തരത്തിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുള്ളത്. മെയിൻ ആയിട്ടും ഒരു 4, 3 അങ്ങനെ മാർക്സ് നിങ്ങൾക്ക് കുറേ ഫോക്കസ് ചെയ്തെടുത്ത് പഠിക്കേണ്ട കോൺസെപ്റ്റ്സ് ഉൾപ്പെടുന്നത് ആകെ 1-2 മൊഡ്യൂൾസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹായ്, എൻ്റെ പേര് കൃഷ്ണ. നമ്മളിന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ സുവോളജി സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സുവോളജി. അതിൽ നോക്കിക്കേ, റീപ്രൊഡക്ഷൻ ആണ് ആദ്യത്തെ ടോപ്പിക്. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിൽ 1 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ +2 ലെവൽ മുതൽ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നീട് വരുന്നത് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. അതിൽ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ വരുന്നുണ്ട്. അതിൽ ടോട്ടൽ 2 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കോ ഡോമിനൻസും ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അതും ഒരു ഈസി ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നീട് വരുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും എവല്യൂഷനും. ഇത്രയും ചേർന്നതാണ് നമ്മുടെ ഈ ഒരു ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. അതിൽ ടോട്ടൽ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ, ഇത്രയും കൂടെയാണ് നമ്മളൊരു 2 മാർക്സ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. അതിൽ ഹെൽത്ത് ആൻഡ് ഡിസീസും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറും ഇത്രയാണ് കൊടുത്തിരിക്കുന്ന സിലബസിൽ. അതിൽ 1 മാർക്കാണ്, അവിടെ നിന്ന് 1 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്തെടുക്കേണ്ടത്. പിന്നീട്
എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പ്ലാൻസ് അല്ലെ, എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പ്ലാൻസ് അതിൽ 1 മാർക്കാണ്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ, അത് വളരെ ഈസി ആയിട്ടൊരു ടോപ്പിക്കാണ്. നമുക്കത് പഠിച്ചെടുത്ത് ഉറപ്പായിട്ടും ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്. ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് അതിൽ വാട്ട് ഈസ് ലിവിങ് ആനിമൽ കിങ്ഡം, വളരെ ഈസിയാണ്. അതിൽ 1 മാർക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്നത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, അതിൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ലിവിങ് സെൽ, ബയോമോളിക്യൂൾസ്, അത് മാത്രമാണ്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എൻസൈംസ് നമ്മൾ വളരെ ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കും. അത് 1 മാർക്കാണ് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ടുള്ളത്. പിന്നീട് ഹ്യൂമൻ ഫിസിയോളജി, അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 3 മാർക്സ് ആണ്, പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നോക്കിക്കേ, ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കോർഡിനേഷൻ, പിന്നെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് റെഗുലേഷൻ. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണെങ്കിലും നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വരുന്നത് കൊണ്ട് വളരെ ഈസിയാണ് ഈ ഒരു ടോപ്പിക്ക്. അതിലാണ് 3 മാർക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ നിന്ന് പഠിച്ച് സ്കോർ ചെയ്യേണ്ടത്. ഇത്രയും തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സുവോളജി. നമുക്ക് ഉറപ്പായിട്ടും കംപ്ലീറ്റ് മാർക്സും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ്. വളരെ നേരത്തെ പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ തറവായി പഠിക്കാൻ പറ്റും. ഓരോ മാർക്കും ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റും. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾക്ക് 20 മാർക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ ആദ്യത്തെ റാങ്കുകളിലേക്ക് ഉയർത്താൻ കഴിയുമെന്ന് ഞാനിവിടെ ഉറപ്പ് തരികയാണ്. നമുക്ക് കാണുമ്പോൾ വളരെ വലിയ ടോപ്പിക്സ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ +1 +2 സമയങ്ങളിൽ പഠിച്ചിരിക്കുന്ന ടോപ്പിക്സിൻ്റെ വെറും 10% കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഈസിലി 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ ബേസ് മാത്രം പഠിച്ചു പോകുന്നവർക്ക് പോലും 10 മാർക്ക് സുഖമായി നേടാൻ പറ്റുന്ന ഒരു വളരെ ഈസിയായ ഒരു ടോപ്പിക്കാണ് PSC നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ +1-ൽ ചെന്ന് ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് സെറ്റ്സ്. വളരെ ഈസിയായി പഠിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ യൂണിയനും ഇൻ്റർസെക്ഷനിലും ഒക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് സുഖമായി 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. വളരെ കളി രൂപേണ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. 1-2 കോൺസെപ്റ്റും 1-2 ഇക്വേഷൻസും മാത്രം പഠിച്ചാൽ മതി ഈ 2 മാർക്ക് സുഖകരമായി നേടാൻ പറ്റും. ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി, +1 പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും ഡിഫിക്കൽട്ടായി എടുക്കുന്ന ഒരു ടോപ്പിക്കാണിത്. പക്ഷേ വളരെ ഈസിയായി വളരെ കുറച്ച് കാര്യങ്ങൾ ഒരു ഇക്വേഷൻസായിട്ട് പഠിക്കാതെ നമ്മുടെ മലയാള ഭാഷയുടെ രൂപത്തിൽ പഠിച്ചെടുത്താൽ ഏത് ഡെറിവേഷനും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പോലെ തന്നെയാണ് പ്രോബബിലിറ്റി. ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ബൈനോമിയൽ തിയറം ഗ്രാജുവേഷൻസിനൊക്കെ വലിയ ചാപ്റ്ററായിട്ട് പഠിക്കുന്നതാണ്. അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സീക്വൻസസ് ആൻഡ് സീരീസ് നമ്മളുടെ ഹൈസ്കൂളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അവിടെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും പഠിക്കുന്നുണ്ട്. അതിലിവിടെ ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ ഉള്ളൂ. ഒരു 3-4 ഇക്വേഷൻസ് മാത്രമാണ് GPയിൽ നിന്നും 3 മാർക്ക് നേടാൻ നമുക്ക് പഠിക്കേണ്ടുന്നത്. ഇനി അടുത്തത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതും വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. 1-2 കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, കുറച്ച് കളങ്ങൾ വരച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ വളരെ ഈസിയായ ഒരു ടോപ്പിക്കാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. അവിടെ നിന്നും നമുക്ക് 3 മാർക്ക് കിട്ടും. എല്ലാവരും കണക്കിനെ ഒരു ബാലികേറാമലയായാണ് കണക്കാക്കുന്നത്. കണക്കിനെ സ്നേഹിച്ചാൽ വളരെ വേഗത്തിൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആദ്യത്തെ റാങ്കുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാത്സ്. ഒരു ഇക്വേഷനും പഠിക്കേണ്ട, കോൺസെപ്റ്റുകൾ വൃത്തിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഇക്വേഷനും ഏത് ഉറക്കത്തിലും നമുക്ക് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നവനാണ് ഏറ്റവും ആദ്യത്തെ റാങ്കിലേക്ക് കയറുന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. പരമാവധി ക്വസ്റ്റ്യൻസ് കിട്ടാവുന്ന അത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഇതേ നിലവാരമുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കവർ ചെയ്തുകൊണ്ട് 20 മാർക്ക് നേടിത്തരാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ സിലബസിലുള്ളത് ബോട്ടണി എന്ന് പറയുന്ന ഏരിയയാണ്.
അപ്പോൾ ബോട്ടണി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നോക്കൂ, ഏറ്റവും ആദ്യം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്, അവിടെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കണം, പോളിനേഷൻ്റെ ടൈപ്പുകൾ, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഗതികളായിട്ടൊക്കെ തോന്നും, പക്ഷേ പഠിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ രസകരമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഏരിയകളാണ്. അത് 2 മാർക്കിനാണ് എന്ന് നിങ്ങൾ ഒന്ന് നോക്കി വച്ചിരിക്കുക. പിന്നെ അടുത്തത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്. കുട്ടികളെ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സുവോളജിയിലും ബോട്ടണിയിലും ഒക്കെ കോമൺ ആയിട്ട് വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബയോടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഈ ബയോളജിയുടെ അകത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. അത് 2 മാർക്കിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിരവധി ബയോടെക്നോളജിക്കൽ ടൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. BT കോട്ടൺ എന്നൊക്കെ പറഞ്ഞ് പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ജീൻ തെറാപ്പി എന്ന് പറയുന്ന സംഗതികൾ, അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ബയോടെക്നോളജി ഉപയോഗിക്കുന്നത്, PCR എന്ന് പറയുന്ന ടെക്നിക്ക് എന്തൊക്കെയാണ്, ഇതൊക്കെ പണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് മറന്ന കാര്യങ്ങളായിരിക്കും. അത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നു. 2 മാർക്കാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. അടുത്ത് നോക്കൂ, ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് 1 മാർക്ക് മാത്രമാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ നിന്ന് ആകെ 1 മാർക്കാണ്. വാസ്റ്റ് ഏരിയ ആണെങ്കിൽ 1 മാർക്കിനാണ് ചോദ്യം വരിക. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇക്കോസിസ്റ്റം എന്താണ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, എനർജി ഫ്ലോ, പണ്ട് നമ്മൾ +2 പഠിക്കുന്നത് ഓർമ്മയില്ലേ, എനർജി എങ്ങനെയാണ് ഓരോ ട്രോഫിക് ലെവൽ വഴി കടന്നു പോകുന്നതെന്നൊക്കെ, പോപ്പുലേഷൻ്റെ പ്രത്യേകത, മ്യൂച്വലിസം, പാരസൈറ്റിസം, പ്രിഡേഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്ന ചില ഏരിയകളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നത്. അടുത്ത് നോക്കൂ, ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, അതായത് ലിവിങ് വേൾഡുമായി ബന്ധപ്പെട്ട ഡൈവേഴ്സിറ്റി, അതായത് വൈറസുകൾ, പ്രയോൺസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്, ആൽഗെ തുടങ്ങിയ ആ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവിധ കാറ്റഗറികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വാസ്തവത്തിൽ ഇത് അത്രയും വലിയൊരു ഏരിയയാണ്, പക്ഷേ ചോദിക്കുന്ന എത്ര മാർക്കാണ്? 1 മാർക്കാണ്. ഈ കംപ്ലീറ്റ് സിലബസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതിൻ്റെ അകത്ത് ആ മാർക്ക് ടു ടോപ്പിക് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിക്കിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ള മാർക്കുകൾ അല്ല കൊടുത്തിരിക്കുന്നത്. അത് ഈ സിലബസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഇക്കോളജി എന്നൊക്കെ പറയുന്നത് ഒരു പേപ്പറായിട്ട് സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതിനെ നോക്കൂ, 1 മാർക്കാണ്. ഈ നമ്മുടെ കിങ്ഡം അല്ലെങ്കിൽ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടണി പഠിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ, ആരും തിരിഞ്ഞു നോക്കാതെ ഇട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അത്രയും വാസ്റ്റാണ്. എത്രയും ചെടികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എത്ര മാർക്കാണ്? 1 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്ക് അറിഞ്ഞ് പഠിക്കുക, അല്ലാതെ ഇത് മൊത്തം നമ്മൾ ഒരു ഇൻഡെപ്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഡെപ്ത് കൂട്ടി നിങ്ങൾ പഠിക്കാൻ പോയാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ കണ്ടന്റ് പഠിക്കാവൂ. പലർക്കും പറ്റുന്ന അബദ്ധമാണ്. നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് 1 മാർക്കാണ്. അതായത് പ്ലാന്റ്സിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഉള്ളിലെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്, 1 മാർക്കാണ് ഇവിടെ ചോദിക്കുന്നത്. അതിനുശേഷം സെല്ലിൻ്റെ സ്ട്രക്ചർ, നമ്മുടെ സുവോളജിയിലും എല്ലാം കോമൺ ആണ്. സെല്ലിൻ്റെ സ്ട്രക്ചർ, സെൽ ഓർഗണൽസ് ഏതൊക്കെയാണ്, നമ്മുടെ മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, പ്ലാസ്റ്റിഡ്സ്, സെല്ല് സൈക്കിൾ, സെല്ലിൻ്റെ ഡിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് 1 മാർക്കാണ്. നോക്കൂ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവാണ്. എല്ലാ ഏരിയയുടെയും ഒരു വാസ്റ്റ്നെസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ ചെറുതുമാണ്. പിന്നെ പ്ലാന്റ് ഫിസിയോളജി 2 മാർക്കാണ്. ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയുന്ന സംഗതികൾ, റെസ്പിറേഷൻ എന്ന് പറയുന്ന സംഗതികൾ, അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്ലാന്റിൻ്റെ ചില ഹോർമോണുകളെ കുറിച്ചൊക്കെ പണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത് നമ്മൾ ഈ പ്ലാന്റ് ഫിസിയോളജിയിൽ കാണുന്നത്. അപ്പോൾ നോക്കൂ, ഇത്രയും ഏരിയകളാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, നമ്മുടെ ബോട്ടണി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. വാസ്റ്റാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ നിങ്ങൾ അത്രയും വാസ്റ്റായിട്ട് പോകരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗോപിക, ഞാൻ നിങ്ങളുടെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. നമുക്കിന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്സിൻ്റെ സിലബസ് നോക്കാം. ഫിസിക്സിൽ
20 മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 20 മാർക്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 20 ക്വസ്റ്റ്യൻസ് കാണും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 20 ചാപ്റ്ററാണ് പഠിക്കാനായിട്ടുള്ളത്. ഓരോന്നിനും ഓരോ മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ഓരോ ചാപ്റ്ററായിട്ട് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ SI യൂണിറ്റ്സും പിന്നെ ഡയമെൻഷണൽ അനാലിസിസ് പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ തന്നെ മോഷൻ ഇൻ എ പ്ലെയിൻ പോലുള്ളത് പഠിക്കാനുണ്ട്. അതിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്കേലാസ്, വെക്റ്റാസ്, പ്രൊജക്റ്റൈൽ മോഷൻ പോലുള്ള കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ 3 ലോസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അപ്പം ഈ 3 ലോസിനെ കുറിച്ചും ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വർക്ക് എനർജി ആൻഡ് പവർ, വർക്ക് എനർജി തിയറം, പിന്നെ 2 ടൈപ്പ് എനർജീസ് ഉണ്ട്, പവറിനെ കുറിച്ചൊക്കെയാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്സ് ഓഫ് സോളിഡ് വരുമ്പം സ്ട്രെസ്, സ്ട്രെയിൻ, പിന്നെ ഹൂക്സ് ലാ പോലുള്ള സ്ട്രെസ്സുമായിട്ടും സ്ട്രെയിനുമായിട്ടും ബന്ധപ്പെട്ട ലോസിനെ കുറിച്ചൊക്കെ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൽ വരുമ്പോൾ പാസ്കൽസ് ലോ, ബെർണോളീസ് തിയറം, പിന്നെ ക്യാപ്പിലാരിറ്റി, സർഫസ് ടെൻഷൻ പോലുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. പിന്നെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ പോലുള്ളത് പഠിക്കാനുണ്ട്. പിന്നെ ഹീറ്റ് എൻജിൻ ആൻഡ് റെഫ്രിജറേറ്റർ പോലുള്ള കാര്യങ്ങളാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് ഓസിലേഷൻസ്. ഓസിലേഷൻസിൽ വരുമ്പോഴത്തേക്കും പീരിയോഡിക്, നോൺ പീരിയോഡിക് മോഷൻ, സിമ്പിൾ പെൻഡുലം, ഫ്രീക്വൻസി, ടൈം പീരീഡ് പോലുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജുമായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസും കൂളംസ് ലോ, ഗോസ് തിയറം ഒക്കെ ആ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ നിന്നൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പിന്നെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഒക്കെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് ഡെഫിനേഷൻ ഓഫ് കറണ്ട്, ക്രിച്ചോഫ്സ് ലാ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നോക്കാനായിട്ടുള്ളത് എന്താണ്, ഓംസ് ലാ ആണ്. ഓംസ് ലാ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഓംസ് ലാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക്, അപ്പോൾ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പോലെ തന്നെ മാഗ്നറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ടും മാഗ്നറ്റിസവും പഠിക്കാനായിട്ടുണ്ട്. മാഗ്നറ്റിസത്തിൽ മെയിനായിട്ട് മോഷൻ ഓഫ് എ ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ മൂവിങ് കോയിൽ, ഗാൽവനോമീറ്ററിനെ കുറിച്ചൊക്കെ നോക്കാനുണ്ട്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേയ്സ് ലോ, ട്രാൻസ്ഫോമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് AC ജനറേറ്റർ, പിന്നെ റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്, അതായത് ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മേറ്റർ ആൻഡ് റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പിന്നെ ഡി ബ്രോഗ്ലീസ് വേവ്സ്, അതിൻ്റെ ഇക്വേഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് അറ്റോമിക് ന്യൂക്ലിയൈ, അറ്റോമിക് നമ്പർ, മാസ് ഡിഫക്റ്റ്, റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ പോലുള്ള കാര്യങ്ങളാണ് അറ്റോമിക് ന്യൂക്ലിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് സെമി കണ്ടക്ടേഴ്സ് വരുമ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക്, 2 ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ റെക്ടിഫയേഴ്സ്, ഡിജിറ്റൽ ഗേറ്റ്സ്, ട്രാൻസിസ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളാണ് സെമി കണ്ടക്ടേഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും ആണ് നമ്മുടെ ഫിസിക്സിൻ്റെ സിലബസിൽ മെയിനായിട്ട് നോക്കാനായിട്ടുള്ളത്. 20 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഓരോന്നും ഓരോ മാർക്ക് വീതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നമുക്ക് വിളിക്കാവുന്ന ഒരു ഏരിയയാണ് ബേസിക് ഡയറി സയൻസ് എന്ന് പറയുന്നത്. ബേസിക് ഡയറി സയൻസ് പലർക്കും അധികം ധാരണയില്ലാത്ത ഒരു ഏരിയയാണ്. കാരണം ബാക്കി നമ്മൾ കാണുന്ന സിലബസിലെ ഏരിയകളെല്ലാം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് പരിചയമുണ്ടാവും. പക്ഷേ ഇവിടെ എല്ലാം അങ്ങനെ ആകണമെന്നില്ല. കാരണം ഇത് കുറേ കൂടെ ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ പോസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വേണം. 20 മാർക്കാണ് നല്ല പോലെ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 20 മാർക്കിനാണ് ഈ ഏരിയ വന്നിരിക്കുന്നത്.
അതിൽ ഡയറി ഡെവലപ്മെൻറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം, ഡയറി ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഡയറി ഇൻഡസ്ട്രികൾ, ഇന്ത്യയിലെ തന്നെയുള്ള ഡയറി ഡെവലപ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി, ഓപ്പറേഷൻ ഫ്ലഡ്, മിൽമ പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമ്മൾ പഠിക്കണം. അതിൻ്റെ അകത്ത് ആനിമൽ ബ്രീഡുകൾ, മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഫാമിംഗ് പ്രാക്ടീസസ് നമുക്ക് നോക്കാനുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഫീഡ്, കന്നുകാലികൾ കൊടുക്കുന്ന ആഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, കാറ്റൽ ഡിസീസസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. റോ മിൽക്ക് ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കണം. നോക്കൂ, അപ്പോൾ ഇതൊക്കെ പലരും ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ 20 മാർക്കാണ് നിങ്ങൾ ആലോചിക്കുക. ഇത് പഠിച്ചെടുത്താൽ തന്നെ 20 മാർക്സ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, 20ൽ 20 വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയററ്റിക്കലി പോസിബിൾ ആണ്. പ്രാക്ടിക്കലി പൊതുവേ അങ്ങനെ എല്ലാവരും 20+20 ഔട്ട് ഓഫ് 20 വാങ്ങിക്കാറില്ല. പക്ഷെ എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു 16 to 17 മാർക്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടണം. അതായിരിക്കണം നമ്മൾ എയിം ചെയ്യേണ്ടത്. 20 എയിം ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ എങ്ങനെ നോക്കിയാലും അവർ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈറ്റായിട്ടായിരിക്കും വിടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ സൈഡും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. പിന്നെ ഡയറി പ്രോഡക്റ്റ് ടെക്നോളജി, ആ മിൽക്ക്, ഐസ്ക്രീം ആൻഡ് ഫ്രോസൺ ഡെസേർട്സ്, ആഹാ അതൊക്കെ വന്നപ്പോൾ ഇച്ചിരി ഇൻട്രസ്റ്റ് കയറി കാണും അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മിൽക്ക് പ്രോഡക്റ്റ്, ചീസ്, ഇതൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻ ഡയറി ഇൻഡസ്ട്രി, ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് റോ മിൽക്ക്, ഫുഡ് സേഫ്റ്റി, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് അവസാനത്തെ പോർഷൻ. നോക്കൂ, 20 മാർക്കാണ് നമ്മുടെ ഡയറി സയൻസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ എൻറ്റയർ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണും. അപ്പോൾ മറക്കണ്ട, ഏപ്രിൽ 17 മുതൽ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. വളരെ നല്ല ഒരു ജോലിയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ സാധിക്കും. പണ്ട് ഈ പലർക്കും ഒരു സംശയമുണ്ട്, ഇത് പലരും നേരത്തെ പ്രിപ്പയർഡ് അല്ലേ, അവർക്കൊക്കെ എടുക്കാൻ സാധിക്കില്ലേ എന്നൊക്കെ. കുട്ടികളെ, ഇതൊരു ജനറൽ PSC പരീക്ഷ എന്ന രീതിയിൽ ഉള്ള സിലബസ് അല്ല അല്ലേ. അതായത് എത്രയോ വർഷം PSC പഠിക്കുന്നവർക്ക് ഇതിൽ പ്രത്യേകിച്ച് യാതൊരു അഡ്വാൻറ്റേജും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാളും ജനറൽ PSCക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറയുന്ന സിലബസ് എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചെടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഇത് ഹൈപ്പറപ്പിൻ്റെ ഒരു ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഏപ്രിൽ 17 മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.